ഹായ് ഹലോ ഗുഡ് ഈവനിങ്. നമ്മുടെ നെവിൻ വർക്കൗട്ട് ചെയ്തതിനെ കണക്ട് ചെയ്തിട്ട് ലൈവിൽ കുറേ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ലൈവിൽ നടന്നു കഴിഞ്ഞു. ആദില നൂറ അത്യാവശ്യം ഫൈറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് അതിന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. നീ പുറത്ത് നട്ടലുള്ളതാണെങ്കിൽ നീ ഇവിടെ നിൽക്കത്തില്ല, നീ പറഞ്ഞ വാക്കിന് വില കൊടുക്കണം. ഷീസ് എ പ്ലെയർ, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കി അത്രയും ഈസി അല്ലേ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിലവിടെ ഇമോഷണൽ അറ്റാക്കും കാര്യങ്ങളൊന്നുമില്ല. അവളെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഈ പ്രൊവോക്കിൽ ആൾ വീണില്ലയോ എന്നുള്ളതാണ്. ബിഗ് ബോസും നെവിനും ചേർന്നിട്ടുള്ള ഒരു കളിയാണോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചർച്ച. കാരണം നെവിൻ ഇതുവരെ അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ ഒന്നും ഒരു കോണ്ടാക്ട്സ് ഒന്നും എത്തിയിട്ടില്ല. ഇനി ബിഗ് ബോസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് പുള്ളി കൺവിൻസ്ഡ് ആയിട്ട് സീക്രട്ട് റൂമിലേക്ക് എത്തി എന്നുള്ളത് രീതിയിൽ ആകാം സാധ്യത അല്ലേ. അപ്പം അങ്ങനെ എത്തിയിരിക്കണമേ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും. പിന്നെ ഈ നെവിൻ പോയതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരും അത്ര വിഷമവും കാര്യങ്ങളൊന്നുമില്ല. ജിസയിൽ കുറച്ച് ആളൊരു സ്നേഹമുള്ള മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ആ ഗെയിം സ്പിരിറ്റിൽ എടുക്കുക. പിന്നെ പനശരത്ത് ആ സ്നോമൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് പല രീതിയിലും ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അനുവിനെ കുറ്റം പറയുന്നു, അനു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ആദില നൂറയുടെ അടുത്ത് പറയുന്ന ഒരു ഇൻസിഡൻറ്റ്, നിങ്ങളുടെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ആദില നൂറയുടെ അടുത്ത് പറയുന്നു. അതുപോലെ പോയിട്ട് ആര്യനോട് പറയുന്നു, പിന്നെ ബിന്നിയോട് പറയുന്നു. പുള്ളിയൊക്കെ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നതെന്നുള്ളതാണ് സംശയം. എനിവേ, നെവിൻ എന്ന ആൾ ഫുൾ ഒരു എൻ്റർടൈനർ ആയിരുന്നു. ആളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ആൾ പല രീതിയിലുള്ള കണ്ടന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. മീൻസ് കഴിഞ്ഞ പ്രാവശ്യം ജാൻമണി നമുക്കൊരു രസം തോന്നിയ ഒരാളല്ലായിരുന്നു. അപ്പം അതേപോലെ ഉള്ള ഒരാളായിരുന്നു നെവിൻ. ബട്ട് ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഹോപ്പ് ഹീ ഈസ് ഇൻ സീക്രട്ട് റൂം. ഓക്കെ, ലൈവ് കണ്ടവർക്കൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഞാനധികം ലൈവ് ഒന്നും കണ്ടില്ല. ഇങ്ങനെ അവിടെ ഇവിടെയും കണ്ട ഡീറ്റെയിൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒക്കെ പറയുമോ. ഓക്കെ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.